ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇത് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തി, ചോറ്, ദോശ, പുട്ട് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നല്ല വലിയൊരു തക്കാളി കുക്കറിൽ ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ആക്കുക. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 5 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൈനീസ് വെളുത്തുള്ളി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഒരു 10 അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ അരയണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരയണം, ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തൊരു പാത്രം വെക്കാം. ഞാനിപ്പോൾ ഇത് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി പൊടിയായി എരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെയും ഈ ഒരു തേങ്ങയുടെയൊക്കെ ആ ഒരു കളറ് മാറുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നിർത്താണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഈ ഒരു അരപ്പും നമ്മുടെ ഉള്ളിയും തേങ്ങയ്ക്കും നല്ല രീതിയിൽ മിക്സായി കിട്ടും. അപ്പം കണ്ടോ, ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വറുക്കാത്തയായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ മസാല നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 5-6 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. നമുക്ക് എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു കറി കഴിക്കാം എന്നുള്ളതാണ് ഈ ഒരു കറിൻ്റെ പ്രത്യേകത. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15-18 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ ഇതാ നല്ല രീതിയിൽ തെളിഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 15-16 മിനിറ്റായി. ഈ ഒരു സമയം മതി നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വേവാൻ. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ചൊരു കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടാ.
അപ്പം ഞാനിത് കഴിക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കിയാൽ നിങ്ങളും പറയാം ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.